ഉം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഫോക്കസിൽ ഇന്റൻസീവ് ഫോക്കസ് ഉണ്ട്. ഇന്റൻസീവ് ഫോക്കസ്, മൈൽഡ് ഫോക്കസ്, മോഡറേറ്റ് ഫോക്കസ്. എന്താണ് ഇന്റൻസീവ് ഫോക്കസ്, എന്താണ് മൈൽഡ് ഫോക്കസ്, എന്താണ് മോഡറേറ്റ്? സി ഇന്റൻസീവ് ഫോക്കസ് എന്ന് പറയുമ്പോൾ അത് അച്ചീവ് ചെയ്ത് മതിയാകും എന്നുള്ള കണ്ടീഷനുള്ള ഒരു അവസ്ഥയുണ്ട്. അതിന് ഡ്രീമിന്റെ ഇന്റൻസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ഗോളുകളുടെ ഇന്റൻസിറ്റി ഭയങ്കര അതീവ ശക്തമായ ഡിസയർ ഉണ്ടാവും. നമ്മൾ ബേണിംഗ് ഡിസയർ എന്ന് വിളിക്കുന്ന, നമ്മൾ സാധാരണഗതിയിൽ ബേണിംഗ് ഡിസയർ എന്ന് വിളിക്കുന്ന ഇന്റൻസീവ് കണ്ടീഷൻ, അത് ഞാൻ അച്ചീവ് ചെയ്തേ അടങ്ങും എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഇത് എല്ലാവർക്കും ആവാം ശരിക്കും, പക്ഷെ എല്ലാവരും ഇന്റൻസീവ് ഫോക്കസിലേക്ക് പോകാറൊന്നുമില്ല. വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇന്റൻസീവ് ഫോക്കസിലേക്ക് പോകാറുള്ളൂ. ഈ ബേണിംഗ് ഡിസയർ ഉണ്ടാവുന്ന ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ ബേണിംഗ് ഡിസയർ ഉണ്ടാവുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ് ബേസിക്കലി ചലഞ്ച്. ആ ഡിസയറിനെ ബേൺ ചെയ്യിപ്പിച്ചെടുക്കുക, അതിന് ബേൺ ചെയ്ത് അതിനെങ്ങനെ കത്തിച്ച് തീ കൊള്ളിച്ച് കാച്ചി അതിനെങ്ങനെ ഉയർത്തിയെടുക്കുന്ന ഒരു പ്രവൃത്തി അവനവൻ തന്നെ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഡീവിയേഷൻസും പുള്ളിൻസും അതേപോലെ തന്നെ അറ്റൻഷൻ സീക്കിങ് എല്ലാ ആക്ടിവിറ്റിനെയും നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് സീരിയസ് ആയിട്ട് മാറണം. ഇപ്പൊ ഈയിടെ ക്രിക്കറ്റില് ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റോറി എടുക്കുക നമ്മൾ കേൾക്കാറുണ്ട്. ആ ക്രിക്കറ്റ് കളിച്ചേ അടങ്ങൂ എന്നുള്ള വാശി കാരണം അച്ഛൻ പറഞ്ഞു, നീ ഈ ഗ്രാമത്തിലിരുന്നാല് നീ രക്ഷപ്പെടാനൊന്നും പോണില്ല, നീ ബോംബെയിൽ പോയിക്കോ, എങ്കിലേ നിനക്ക് ക്രിക്കറ്റിൽ എന്തെങ്കിലും ആവാൻ പറ്റും. പണ്ടൊക്കെ മലയാള സിനിമയിലെ ചില ആളുകൾ കേരളത്തിൽ നിന്ന് സിനിമാ നടനാവാൻ പറ്റില്ല, മദ്രാസിൽ പോകണം എന്ന് പറഞ്ഞു മദ്രാസിലേക്ക് വണ്ടി കയറിയ കുറെ സ്റ്റോറി നമ്മൾ കേട്ടു. കുറെ ആളുകൾ പോയിട്ടുണ്ട് അങ്ങനെ. അവരൊക്കെ ഇന്റൻസീവ് ഡിസയറുമായി ബന്ധപ്പെട്ട ആളുകൾ. നിർത്തിപ്പോന്നതിനകത്ത് അവിടെ തന്നെ നിന്ന് സക്സസ്ഫുൾ ആയി ഭാരത് അവാർഡ് വാങ്ങി ഒന്നിലധികം രണ്ടിലധികം ഒക്കെ അവാർഡുകൾ വാങ്ങുന്ന രൂപത്തിലേക്ക് അഭിനയത്തിന്റെ വലിയ കുലപതികളാവുന്ന അത്രയും പ്രവർത്തിച്ച ആളുകൾ. ഈ പയ്യൻ മുംബൈയിലെ ഒരു അച്ഛന്റെ പിന്തുണയോട് കൂടി ചെറിയ പയ്യനായിരിക്കെ വളരെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തില് മുംബൈയിലേക്ക് പോയിട്ട് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് ക്രിക്കറ്റിൽ പ്രാക്ടീസ് വരുന്ന ആളുകൾ കളിക്കാൻ വരുന്ന സ്റ്റേഡിയത്തിന്റെ തൊട്ടരികിൽ ഒരു സ്ഥലത്ത് കടയിൽ ജോലിക്ക് കയറിയതാണ്. ശ്രദ്ധ മൊത്തം ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ആയതുകൊണ്ട് കടക്കാരൻ പിരിച്ചുവിട്ടാണ്. പിന്നെ സ്റ്റേഡിയത്തിനോട് ചുറ്റിപ്പറ്റി താമസിക്കുന്ന കുറച്ച് ആളുകളുടെ കൂടെ താമസം മാറുകയും ആ ഷെഡിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ബാക്കിയുള്ള സമയം അവിടെ ഗ്രൗണ്ടിൽ വരുന്ന കളിക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ പോയി കളിക്കുകയും ഒക്കെ ചെയ്ത് രാവിലെ പുലർച്ചെ മുതൽ രാത്രി ഇരുട്ടോളം കളിച്ചിട്ടൊക്കെ നിർത്താതെ കളിച്ചിട്ടാണ് അപ്പുറത്ത് കളി പഠിപ്പിക്കുന്ന വലിയ കോച്ചിന്റെ ശ്രദ്ധയിൽ ഈ പയ്യനെ ശ്രദ്ധയിൽപ്പെടുന്നതും അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ട് ആ പയ്യനെ കളിക്കെടുക്കുന്നതും ഇന്ത്യയുടെ അണ്ടർ 13, അണ്ടർ 14, 19 ടീമുകളിലും വേൾഡ് കപ്പ് ടീമുകളിലൊക്കെ ആ പയ്യൻ പിന്നീട് ഇന്റർനാഷണൽ ശ്രദ്ധ പതിപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ കളിക്കാരനാവുകയും അങ്ങനെ ഒരു ലോക്കൽ കളിയിൽ നിർത്താതെ സെഞ്ചുറിയും ഒരേ കളിയിൽ അന്നത്തെ 10 വിക്കറ്റ് വീഴ്ത്തിയ അങ്ങനെ വലിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത ഒരു കളിക്കാരനായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ബേണിംഗ് ഡിസയർ, അത്തരത്തിലുള്ള ഒരു ഫയറിൽ നിന്നുള്ള ഒരു ഫോക്കസ് ആണ് അതിൽ അച്ചീവ് ചെയ്യിപ്പിക്കാൻ. ദ്രോണാചാര്യർ അർജുനോട് പറയുന്ന പോലെ ഇനി
എയ്തോളൂ അമ്പെയ്തോളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്ന സമയത്താണത് അമ്പെയ്യാൻ പറയും. സോ അത്ര ഷാർപ്പായിട്ട് ഫോക്കസിന്റെ എക്സാക്ട് പോയിന്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ തൊടുത്തുവിടുന്ന അസ്ത്രം പിന്നെ മറ്റൊന്നും നമ്മുടെ കണ്ണിൽ കാണുന്നില്ല. ഇനി അമ്പെയ്യാം എന്നുള്ള അല്ലെങ്കിൽ ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സി ഇതിനു മാത്രം ഇന്റൻസീവായി ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് കഴിയുന്നതും ഇത് ആളുകളോട് പറയാതിരിക്കുക. ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഡോൺ ട്രൈ ടു സേ പീപ്പിൾ. രണ്ട് രൂപത്തിൽ പറയാറുണ്ട് സൈക്കോളജിസ്റ്റുകൾ. കഴിയുന്നിടത്തോളം ആളുകളോട് പറയണം, എന്നിട്ട് ആളുകൾ നിങ്ങളെ ചൊറിയണം, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ കളിയാക്കണം. അപ്പൊ നിങ്ങൾ ആ കളിയാക്കുന്നതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്. പറയരുത് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയരുത് എന്ന് പറയാനാണ് സപ്പോർട്ട് ചെയ്യാം. കാരണം ആഹ്, അതാണ് കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള ഫോക്കസ് എന്നുള്ളത്. കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് കുറക്കാൻ അതാണ് ഏറ്റവും നന്നാവുക. സോ അവോയ്ഡ് മോർ ഡിസ്ട്രാക്ഷൻസ് ബൈ ഗെറ്റിംഗ് മോർ കമന്റ്സ്. ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കമന്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു കാര്യത്തിന് പിന്നെ ആളുകളെ അറിയിച്ച് കമന്റ് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ അച്ചീവ് ചെയ്തിട്ട് സക്സസിന്റെ സെലിബ്രേഷൻ മാത്രം അവർ അറിയിക്കേണ്ടത്. സോ ഈ ഒരു രൂപത്തിലേക്ക് ഏത് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ഡ്രീം, ഒരു ഫയർ ആയിട്ടുള്ള ഒരു സീരിയസ് ഗോളുമായിട്ട് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇറ്റ് ക്യാൻ ഈസിലി പോസിബിൾ. അപ്പം പോസിബിൾ ആവാത്ത വിഷയമൊന്നുമില്ല. ഇപ്പം ഇലോൺ മസ്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിനാൻസുമായി തൊട്ടടുത്ത് എത്താൻ പറ്റാത്ത അത്ര ലോകത്തെ കോടീശ്വരന്മാർ ദൂരത്തായി പോയി. ഇതിന് ബേസിക് റീസൺസ് അദ്ദേഹത്തിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രീം അല്ലെങ്കിൽ ഗോളാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം ഒരു പുതിയ കമ്പനി പർച്ചേസ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിലെ പർട്ടിക്കുലർ സംഭവം ഓഫ് ചെയ്യാൻ വേണ്ടി എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞിട്ട് അവരൊരു മാസം സമയം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിമാനത്തിൽ പോവണം. അപ്പൊ അദ്ദേഹം പൈലറ്റിനോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചിട്ട് നമ്മൾ പുതുതായിട്ട് വാങ്ങിയ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടറിലേക്ക് അങ്ങോട്ട് വിട വണ്ടി. അവിടെ പോയി നോക്കട്ടെ അവരെന്താ ഒരു മാസം എടുക്കുമെന്ന് പറഞ്ഞതെന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആക്ച്വലി അദ്ദേഹം നേരെ അങ്ങോട്ട് പോവുകയും അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം അവിടുത്തെ സീനിയർ എഞ്ചിനീയേഴ്സിനോട് ചോദിച്ചതിന് എത്ര ഒരു മാസം സമയം. ആക്ച്വലി ഒരു നെറ്റ്വർക്ക് ഡിറ്റാച്ച്മെന്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഫിസിക്കലി അദ്ദേഹം അവിടെ നിന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നിന്ന് ചില്ലറ മണിക്കൂറുകൾ കൊണ്ട് അത് തീർത്തിട്ട് ഇനി വരും വരായികൾ നമുക്ക് നോക്കാം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അവിടെ പോയി എത്തിക്കും. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഒരാളുടെ കമന്റും കൈകാര്യം ചെയ്യാതെ റിസീവ് ചെയ്യാതെ അത് കംപ്ലീറ്റ് ചെയ്യും അച്ചീവ് ചെയ്യുമെന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റ് ഇലോൺ മസ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺഫിഡൻസും അതേപോലെ തന്നെ ഗ്രോത്തും ഒക്കെ വളരെ വലുത്. അതിന്റെ ഭാഗമായിട്ട് 1000-ലധികം സ്റ്റാഫുകൾ അദ്ദേഹം ആ കമ്പനി പിരിച്ചുവിടുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം അവിടെ ചില ആളുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഫയർ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അതുകൊണ്ടാണ് ചില വായന, ചില പഠനം, ചില അറിവ്, ചില നോട്ടം നമുക്ക് നമ്മളുടെ ഇന്റൻസിറ്റി കൂട്ടാൻ, നമ്മളുടെ ബേണിംഗ് ഇന്റൻസിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ ബേണിംഗ് ഡിസയറിനെ ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്റൻസീവ് ഫോക്കസിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ഫയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ് ആണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഇന്റൻസീവ് ഫയറും ഫോക്കസും ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ഈസി ആയിരിക്കും. അത് മോഡറേറ്റും മീഡിയവും മൈൽഡും ഒക്കെ ആണെങ്കിൽ നല്ല ഡിസ്ട്രാക്ഷൻസും ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. ഏതുപോലെ നേരത്തെ ചായക്ക് വെള്ളം വെച്ച് ബെല്ലടി കേട്ട് വരാന്തയിലേക്ക് പോകുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഡോർ തുറക്കാൻ പോയി. പത്രക്കാരനെ കണ്ടു, അയാളുടെ കാര്യങ്ങൾ തീർത്ത് തിരിച്ചു വന്നു, വീണ്ടും ഗ്യാസ് കത്തിച്ചു. അപ്പൊ അടുത്ത ബെല്ല് കേട്ട് വീണ്ടും ഓഫ് ചെയ്ത് പോയി നോക്കുമ്പോൾ പാൽക്കാരനാണ്, അവന്റെ കണക്ക് തീർത്തു. അങ്ങനെ ഓരോ സമയത്തും ചായയുടെ സ്റ്റൗവിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് അങ്ങോട്ട് പോയി പിന്നെ അത് തീർത്ത് വീണ്ടും വന്ന് അങ്ങനെ ഓൺ ചെയ്താൽ അന്ന് ചായ ആവുന്ന ലക്ഷണം തന്നെ ഇല്ല. ഇതിനു മാത്രം ഇന്റൻസീവ് അല്ലാതെ പല കാര്യങ്ങളും നമുക്ക് അത് ആവുമ്പോൾ ആവട്ടെ, ഇത് കഴിയട്ടെ എന്ന് പറയുന്ന ഇടയിൽ വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസിനും നമ്മൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ
പലപ്പോഴും ഫോക്കസ് നമ്മളുടെ എത്രയോ ഫോക്കസ്ഡ് ഔട്ടായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടാവും. സോ ലെറ്റ് us try for an intensive fire or desire or that hot focus. അങ്ങനത്തെ ഒരു ഫോക്കസിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. സോ ലെറ്റ് us try for the best and wishing you all the very focused 2025. Thank you so much and God bless. Love you all. Bye for now. Love you. Thank you, sir. Thank you so much. Thank you. താങ്ക് യു സർ. വളരെ ഗഹനമായ ഒരു ഫോക്കസിൽ കൂടി തന്നെയാണ് നമ്മൾ കടന്നുപോയത്. ഇത്രത്തോളം വിവിധ തരത്തിലുള്ള ഫോക്കസ് അതിനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. മൃദുത്വ ഫോക്കസും ചാട്യം പിടിച്ച് കിട്ടുന്നതും അലസമായി തീരാവുന്നതായിട്ടുള്ള ഒരുപാട് ഫോക്കസുകളിൽ കൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ എന്തായാലും വളരെ നന്നായിരുന്നു സർ, വളരെ ഗംഭീരമായിരുന്നു. ഏതായാലും സാറിന്റെ വാക്കുകൾ ഇങ്ങനെ കേൾക്കാൻ, ഇങ്ങനെ എത്ര ഗഹനമായ വാക്കുകളാണെങ്കിലും കേൾക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്.